ബോർസ് മോഡൽ ഓഫ് ആറ്റം ഒരുപാട് കാലം നീണ്ടുനിന്നതല്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോർസ് മോഡൽ ഓഫ് ആറ്റം അന്ന് നിലവിൽ വന്നിട്ടുണ്ടായിരുന്ന പല പുതിയ കണ്ടുപിടുത്തങ്ങളെയും സാധൂകരിക്കുന്നതായിരുന്നില്ല ബോർസ് മോഡലിന്റെ പല അടിസ്ഥാന വശങ്ങളും. അതിൽ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളാണ് ലൂയിസ് ഡി ബ്രോഗ്ലി കണ്ടുപിടിച്ചിട്ടുള്ള ഡ്യുവൽ ബിഹേവിയർ ഓഫ് മാറ്റർ, അതുപോലെ തന്നെ 1927 വന്നിട്ടുള്ള ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളും. ഈ രണ്ട് കാര്യങ്ങളും ഒന്നിന്റെ തുടർച്ചയായി മറ്റൊന്ന് വന്നതാണ്. എന്താണ് ഈ കാര്യങ്ങൾ എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. 1924 ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ അല്ലെങ്കിൽ ഡ്യുവൽ ബിഹേവിയർ ഓഫ് മാറ്റർ ആദ്യമായിട്ട് നിലവിൽ വന്നത്. നമ്മൾ നേരത്തെ തന്നെ കണ്ടിരുന്നു എങ്ങനെയാണ് റേഡിയേഷന് രണ്ട് പ്രോപ്പർട്ടിയും രണ്ട് ഫീച്ചേഴ്സും ഉള്ളത് എന്ന്. വേവ് ഫീച്ചേഴ്സും അതുപോലെ തന്നെ പാർട്ടിക്കിൾ ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ മാറ്റർ ഫീച്ചേഴ്സും ഉള്ളത് എന്ന്. റേഡിയേഷന് ഇങ്ങനെ രണ്ട് ഫീച്ചേഴ്സ് ഉള്ളതുപോലെ തന്നെ മാറ്ററിന് അല്ലെങ്കിൽ മാസ് ഉള്ള ഒബ്ജക്റ്റിനും ഇത്തരം രണ്ട് ഫീച്ചേഴ്സ്, രണ്ട് പ്രോപ്പർട്ടീസ് ഉണ്ട് എന്നാണ് ലൂയിസ് ഡി ബ്രോഗ്ലി പറയുന്നത്. അതായത് മാറ്ററിന് വേവ് ഫീച്ചേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ മാസ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ മാറ്റർ പ്രോപ്പർട്ടീസും ഉണ്ട് എന്നുള്ളത്. ഇത് ഒരു ഇക്വേഷനിലൂടെ നമുക്ക് വേണമെങ്കിൽ വളരെ ഈസി ആയി കണക്ട് ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ഈ ഇക്വേഷനിൽ h എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. ഈ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ വേവ് ലെങ്ത് ലാംഡ എന്ന് പറയുന്നത് വേവ് ഫീച്ചർ ആണല്ലോ, വേവ് പ്രോപ്പർട്ടി ആണല്ലോ കാണിക്കുന്നത്. അതുപോലെ p എന്ന് പറയുന്നത് മൊമെന്റം ആണ്. അത് കാണിക്കുന്നത് പാർട്ടിക്കിൾ ഫീച്ചർ ആണ് അല്ലെങ്കിൽ മാറ്ററിന്റെ ഫീച്ചർ ആണ്. അതായത് വേവ് ഫീച്ചറും മാറ്റർ ഫീച്ചറും കൂടി കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണിത്. ഈ ഇക്വേഷനിൽ വളരെ കൃത്യമായി നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് രണ്ടും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് എന്നുള്ളത്. മൊമെന്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് മൾട്ടിപ്ലൈഡ് ബൈ വെലോസിറ്റി ആണ്. അതായത് അത് മാസ് ഫീച്ചർ ആണ്. അവിടെ വെലോസിറ്റിയും മാസും കൂടി ചേർന്ന് വരുന്ന ടേം ആണ്. അപ്പോൾ മാസ് കൂടുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും വേവ് ലെങ്ത് കുറയുന്നതായിട്ട് കാണാൻ പറ്റും. അതായത് വലിയ മാസ് ഉള്ള ഒബ്ജക്ട്സിനൊക്കെ ഈ പറയുന്ന വേവ് ഫീച്ചേഴ്സ് താരതമ്യേന കുറവായിരിക്കും. അതേസമയം തന്നെ ചെറിയ മാസ് ഉള്ള ഇലക്ട്രോണിനെ പോലെയുള്ള പാർട്ടിക്കിൾസിന് വേവ് ഫീച്ചേഴ്സ് വളരെയധികം കൺസിഡറബിൾ ആയിട്ടുള്ള സിഗ്നിഫിക്കന്റ് ആയ വേവ് ഫീച്ചേഴ്സ് ഉണ്ടാകും. ഇതുവരെ ബോർസ് അറ്റോമിക് മോഡലിൽ വരെ ഇലക്ട്രോണിനെ വെറും പാർട്ടിക്കിൾ മാത്രമായിട്ടായിരുന്നു കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ലൂയിസ് ഡി ബ്രോഗ്ലിയുടെ ഡ്യുവൽ ബിഹേവിയർ ഓഫ് മാറ്റർ വന്നതോടുകൂടി ഇലക്ട്രോണിന് പാർട്ടിക്കിൾ ഫീച്ചേഴ്സ് മാത്രമല്ല മറിച്ച് വേവ് ഫീച്ചേഴ്സും ഉണ്ടെന്ന് കണ്ടെത്തി. ഈ കാര്യം നമ്മുടെ ബോർസ് അറ്റോമിക് മോഡലിൽ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ഇലക്ട്രോണിന് പാർട്ടിക്കിൾ ഫീച്ചേഴ്സ് മാത്രമല്ല മറിച്ച് വേവ് ഫീച്ചേഴ്സും കൂടി ഉണ്ട് എന്ന് കണ്ടെത്തുന്നതോട് കൂടിയിട്ട് പുതിയ രീതിയിലേക്ക് ആറ്റം മോഡൽ ഡെവലപ്പ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇതിനോടൊപ്പം തന്നെ ഇതിനോട് ചേർത്ത് വെക്കാവുന്ന മറ്റൊരു പ്രിൻസിപ്പിൾ ആണ് ഹെയ്സൻബർഗ് 1927 കൊണ്ടുവന്നിട്ടുള്ള അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മൾ കൃത്യമായിട്ടും തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ് ഹെയ്സൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്താണെന്ന്. ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ അല്ലെങ്കിൽ ഡ്യുവൽ ബിഹേവിയർ ഓഫ് മാറ്റർ എന്നുള്ളതിന്റെ ഒരു കണ്ടിന്യൂസ് ആയ ഒരു പ്രിൻസിപ്പിൾ ആണ് ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഹെയ്സൻബർഗ് 1927 ഈ പ്രിൻസിപ്പിൾ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. ആ പ്രിൻസിപ്പിൾ പറയുന്നത് ഇങ്ങനെയാണ്: ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമിൻ സൈമൾട്ടേനിയസ്ലി ദ എക്സാക്ട് പൊസിഷൻ ആൻഡ് ദ എക്സാക്ട് മൊമെന്റം ഓഫ് ആൻ ഇലക്ട്രോൺ. മൊമെന്റം മീൻസ് മാസ് ഇൻറ്റു വെലോസിറ്റി. മാസും വെലോസിറ്റിയുടെ പ്രോഡക്റ്റ് ആണ് മൊമെന്റം എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഒരിക്കലും ഒരു വസ്തുവിന്റെ എക്സാക്ട് പൊസിഷനും എക്സാക്ട് മൊമെന്റവും ഒരേ സമയം കണ്ടെത്താൻ കഴിയില്ല, പ്രത്യേകിച്ചും ഈ വസ്തുവിന്റെ മാസ് വളരെ ചെറുതാണെങ്കിൽ. പ്രത്യേകിച്ച് ഇലക്ട്രോണിനെ പോലെയുള്ള അത്രയും മാസ് കുറഞ്ഞ വസ്തുക്കളുടേതാണെങ്കിൽ അതിന്റെ പൊസിഷനും മൊമെന്റും ആക്യുറേറ്റ് ആയിട്ട് കൃത്യമായി കണ്ടുപിടിക്കാൻ കഴിയില്ല. ഏതെങ്കിലും ഒന്ന്, അതായത് മൊമെന്റം ആണ് അല്ലെങ്കിൽ വെലോസിറ്റി ആണ് നിങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് എങ്കിൽ അവിടെ നിങ്ങൾക്ക് പൊസിഷൻ കൃത്യമായിട്ടും കിട്ടില്ല. ഒന്നിന് ആക്യുറസി വരുമ്പോൾ മറ്റൊന്നിന് ഒരു ഇനാക്യുറസി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇനി നിങ്ങൾ പൊസിഷനാണ് കൃത്യമായി കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വെലോസിറ്റി കൃത്യമായിട്ട് അല്ലെങ്കിൽ ആക്യുറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ കഴിയില്ല. ഇതാണ് ഹെയ്സൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. എങ്ങനെയാണ് ഇലക്ട്രോണിന്റെ കാര്യത്തിൽ ഈ ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വളരെ സിഗ്നിഫിക്കന്റ് ആകുന്നത്, അതുപോലെ അറ്റോമിക് മോഡലിന്റെ കാര്യത്തിൽ ഇത് എങ്ങനെയാണ് വളരെ കൃത്യമായിട്ടും ബോർ അറ്റോമിക് മോഡലിനെ റിജക്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് ഇതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് നമുക്ക് കിടക്കാം.
ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഒരു റിയൽ ലൈഫ് എക്സാമ്പിളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഉദാഹരണമായിട്ട് ഞാനിപ്പോ ഇരിക്കുന്ന ഒരു പൊസിഷൻ, ഞാനത് സ്ക്രീനിൽ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഒരു ഒബ്ജക്റ്റ് ഒരു റെഡ് ഡോട്ട് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പൊ ഇരിക്കുന്ന പൊസിഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഏതാണ് ആ പൊസിഷൻ, അതിന്റെ XYZ കോർഡിനേറ്റ് എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം. ഞാനൊരു 5 km/h റൈറ്റിലോട്ട്, അതായത് സ്ക്രീനിന്റെ ലെഫ്റ്റ് ടു റൈറ്റിലോട്ട് സഞ്ചരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സ്പീഡ് മാത്രമല്ല, അതിന്റെ കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ കൂടി നമുക്കറിയാം. എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത് അറിയാം. അങ്ങനെയാണെങ്കിൽ ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞാൽ ഈ 5 km/h സ്പീഡിൽ എത്ര ദൂരം, എവിടെയാണ് എന്റെ പൊസിഷൻ എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലേ? അറിയാം. കാരണം കൃത്യമായിട്ട് 5 കിലോമീറ്റർ അപ്പുറത്ത് ഈ ഒരു ഡയറക്ഷനിലായിരിക്കും എന്റെ പൊസിഷൻ. മറിച്ച് ഞാൻ 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ, ഇത് എന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് 30 മിനിറ്റ് കഴിഞ്ഞപ്പോഴും ഈ പറയുന്ന എന്റെ പൊസിഷനും വെലോസിറ്റിയും അറിയാമെങ്കിൽ നിങ്ങൾക്ക് പറയാൻ കഴിയില്ലേ ഞാൻ എവിടെ എത്തിയിട്ടുണ്ടാകും എന്നുള്ള കാര്യം? ഒരു 2.5 കിലോമീറ്റർ ഞാൻ പാസ് ചെയ്ത് കൃത്യമായിട്ട് ആ പൊസിഷൻ ഉണ്ടാവും. 2 മണിക്കൂറോളം ഞാൻ എന്റെ യാത്ര തുടരുകയാണെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല ഞാൻ എവിടെ എത്തിയിട്ടുണ്ടാവുന്ന ഒരു പ്രിഡിക്ഷൻ. കാരണം നിങ്ങൾക്ക് എന്റെ ആദ്യത്തെ പൊസിഷനും അറിയാം, കൃത്യമായിട്ടുള്ള വെലോസിറ്റിയും അറിയാം. ഞാൻ ഒരു 10 കിലോമീറ്ററോളം സഞ്ചരിച്ച് ഈ പോയിന്റിൽ എത്തിയിട്ടുണ്ടാവും. ഇനി നിങ്ങൾ ഇങ്ങനെ കരുതി നോക്കുക, നിങ്ങൾക്ക് എന്റെ പൊസിഷൻ അറിയില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ 5 km/h സഞ്ചരിക്കുകയാണ്, ഈ ഒരു ഡയറക്ഷനിൽ 5 km/h സഞ്ചരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ 30 മിനിറ്റ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 2 മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ എവിടെ എത്തിയിട്ടുണ്ടാവുമെന്ന്? നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. കാരണം എന്താ? നിങ്ങൾക്ക് എന്റെ ആദ്യത്തെ പൊസിഷൻ കൃത്യമായിട്ട് അറിയില്ല. നിങ്ങൾക്ക് പൊസിഷൻ അറിയാം, ആദ്യത്തെ XYZ കോർഡിനേഷൻ പൊസിഷൻ അറിയാം, പക്ഷെ നിങ്ങൾക്ക് എന്റെ വെലോസിറ്റി എത്രയാണെന്ന് അറിയില്ല. പക്ഷെ ഞാൻ അവിടെയും ഇവിടെയായിട്ട് മീൻസ് ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം മാത്രം അറിയാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയുമോ കൃത്യമായിട്ട് എന്റെ പൊസിഷൻ എത്രയായിരിക്കും എന്നുള്ളത്? അപ്പോഴും കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് വസ്തുത. കൃത്യമായ പൊസിഷനും കൃത്യമായിട്ടുള്ള വെലോസിറ്റിയും അറിയാതെ ഒരു വസ്തുവിന്റെ പൊസിഷൻ, അതായത് ഫ്യൂച്ചറിലുള്ള ഒരു പൊസിഷൻ പ്രെഡിക്റ്റ് ചെയ്യാൻ നമ്മൾക്ക് സാധിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. ഇലക്ട്രോണിന്റെ കാര്യം വരികയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വലിയ ഒബ്ജക്റ്റിന് അത്ര കാര്യമായിട്ടുണ്ടാവില്ല. അതേപോലെ എന്നെ പോലെയുള്ള അല്ലെങ്കിൽ നിങ്ങളെ പോലെയുള്ള കിലോഗ്രാം സ്കെയിലിലുള്ള ഒബ്ജക്ട്സിന് അല്ലെങ്കിൽ വസ്തുക്കൾക്ക് വലിയ രീതിയിലുള്ള ഒരു ആക്യുറസി പ്രോബ്ലം ഉണ്ടാവില്ല. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ആക്യുറസി ഇഷ്യൂസേ ഉണ്ടാവുള്ളൂ. അത് നെഗ്ലിജിബിൾ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിന്റെ അതിനെ നമ്മളൊരു മാത്തമാറ്റിക്കൽ ഇക്വേഷനിലേക്ക് റെപ്രസെന്റ് ചെയ്താൽ കാണാവുന്ന ഒരു ഇക്വേഷനാണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. Δx multiplied by delta p which is greater than or equal to h by 4 pi. h divided by 4 pi. ഇവിടെ h എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. 4 pi എന്ന് പറയുന്നത് നമുക്കറിയാം 4 multiplied by 3.14 ആണ്. അതായത് ആ ഒരു റൈറ്റ് സൈഡിലുള്ള ആ ഒരു ടേം മൊത്തം ഒരു കോൺസ്റ്റന്റ് ആണ്. ഇവിടെ Δx എന്ന് പറയുന്നത് അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ, Δp എന്ന് പറയുന്നത് അൺസർട്ടനിറ്റി ഇൻ മൊമെന്റം, Δp എന്ന് പറയുന്നത് തന്നെ m multiplied by delta v എന്ന് പറയും. m എന്ന് പറയുന്നത് മാസ്, delta v എന്ന് പറയുന്നത് അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി. ഇങ്ങനെയാണ് പറയുന്നത്. ഈ ഇക്വേഷൻ. ഈ ഇക്വേഷൻ പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ നമ്മൾ Δx എന്ന് പറയുന്നതിനെ വളരെ ആക്യുറേറ്റ് ആയിട്ട്, അതായത് അൺസർട്ടനിറ്റി ആയുള്ള Δx, അതായത് Δx കൂടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺസർട്ടനിറ്റി കൂടുക എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ Δx വളരെ കുറയുന്ന സമയത്ത്, അതായത് ആക്യുറസി വളരെ കൂടുന്ന സമയത്ത്, അൺസർട്ടനിറ്റി വളരെ കുറയുന്ന സമയത്ത് Δp അല്ലെങ്കിൽ Δv എന്ന് പറയുന്ന വാല്യൂ വളരെ കൂടുതലായിരിക്കും. അതേസമയം Δv കുറയുന്ന സമയത്ത് Δx എന്ന് പറയുന്ന വാല്യൂ വളരെ കൂടുതലായിരിക്കും. കാരണം ഈ ഇക്വേഷനിൽ എപ്പോഴും നമുക്ക് അറിയാം h divided by 4 pi എന്ന് പറയുന്നതിനേക്കാളും ഒന്നുകിൽ ഈക്വലോ അല്ലെങ്കിൽ കൂടുതലായിരിക്കും ഇതിന്റെ ആകെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഒന്ന് കുറയുമ്പോൾ മറ്റത് കൂടിയേ മതിയാവുകയുള്ളൂ. അങ്ങനെ അതുകൊണ്ട് ഇതിന്റെ ഒരു മാത്തമാറ്റിക്കൽ ഫോം മാത്രമാണ് ഈ പറയുന്നത്. ഇലക്ട്രോണിനെ പോലെയുള്ള വസ്തുക്കൾക്ക് Δx ഡോട്ട് Δv എന്ന് പറയുന്ന പ്രോഡക്റ്റ് വളരെയധികം കൂടുതലായിരിക്കും. കാരണം നമ്മൾ അതിന്റെ മൊമെന്റത്തിനെ അതിനെ സെപ്പറേറ്റ് ചെയ്ത മാസിന്റെ വെലോസിറ്റി എന്ന് എഴുതി കഴിഞ്ഞ് അതിന്റെ മാസിനെ നമ്മൾ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ h divided by 4 pi m എന്ന് പറയുന്ന വാല്യൂ വളരെ കൂടുതലാണ്. കാരണം 10⁻⁻⁻⁴
4/m²s എന്ന് പറയുന്ന ഒരു വാല്യൂ ആയിരിക്കും കിട്ടുക. അതേസമയം മില്ലിഗ്രാം സ്കെയിലിലുള്ള വസ്തുക്കൾക്കൊക്കെ ആണെങ്കിൽ 10⁻⁻28/m²s എന്ന് പറയുന്ന വാല്യൂ ആണ് ΔX ΔVക്ക് കിട്ടുക. അത് ഇലക്ട്രോണിനെ സംബന്ധിച്ചിടത്തോളം ΔX കുറയുന്ന സമയത്ത് ΔVയുടെ വാല്യൂ വളരെ കൂടുതൽ, അല്ലെങ്കിൽ ΔV കുറയുന്ന സമയത്ത് ΔXന്റെ വാല്യൂ വളരെ കൂടുതൽ. അതായത് ഇനാക്യുറസി, അൺസർട്ടിനിറ്റി എന്നൊക്കെ പറയുന്നത് വളരെ കൂടുതലായിരിക്കും. ഇലക്ട്രോണിനെ കണ്ടുപിടിക്കണമെങ്കിൽ അതിനേക്കാളും കുറവ് സൈസുള്ള വേവ്ലെങ്ത് ഉള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ നമ്മൾ ഉപയോഗിക്കണം. അങ്ങനെയുള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രോണിനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് കാണപ്പെടുന്നത് ഇലക്ട്രോൺ ആ എനർജി സ്വീകരിക്കുകയും മറ്റു പൊസിഷനിലേക്ക് മാറുകയും ചെയ്യും. അപ്പോൾ ആ സമയത്തുണ്ടായിട്ടുള്ള പൊസിഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് കഴിഞ്ഞേക്കാം. പക്ഷേ ഇലക്ട്രോണിന്റെ വെലോസിറ്റി എത്രയായിരുന്നു എന്നുള്ളത് കണ്ടുപിടിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം ഇലക്ട്രോൺ എവിടെ നിന്നാണ് വന്നിട്ടുള്ളതെന്ന് അറിയില്ല നമുക്ക്, അതുകൊണ്ട് തന്നെ ഡയറക്ഷൻ നമുക്കറിയില്ല, അതുകൊണ്ട് വെലോസിറ്റി കണ്ടുപിടിക്കാൻ കഴിയില്ല. അത് പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടിയാണ് ഈ പറയുന്നത്. ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത് ഒരു പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടിയെ കുറിച്ച് കൂടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇതാണ് നമ്മൾ സിറ്റുവേഷൻ എങ്കിൽ ഇങ്ങനെ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ വെച്ചുകൊണ്ട് നോക്കുകയാണെങ്കിൽ ഇലക്ട്രോണിന്റെ പൊസിഷനും മൊമെന്റും ഒരേ സമയം കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നുള്ളത് വ്യക്തമാണല്ലോ. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ബോർ അറ്റോമിക് മോഡലിൽ പറയുന്നത് പോലെ ഇലക്ട്രോൺസ് സർക്കുലർ ഓർബിറ്റുകളിലൂടെയാണ് മൂവ് ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയുക? ബോർ അറ്റോമിക് മോഡൽ വളരെ ഡെഫിനിറ്റ് ആയിട്ട് പറയുകയാണ് ഈ സർക്കുലർ പാത്തിലൂടെയാണ് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുക എന്ന്. അതേസമയം ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ പറയുന്നു ഇലക്ട്രോണിന് വേവ് നേച്ചർ ഉണ്ട്. അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നു ഇങ്ങനെ വേവ് നേച്ചർ ഉള്ള ഇലക്ട്രോൺസിനെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഇലക്ട്രോണിന്റെ പൊസിഷൻ ഇങ്ങനെ കൃത്യമായിട്ട് ഒരു പൊസിഷനിൽ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള സംഭവമാണ്. അതിന്റെ ഫ്യൂച്ചറിൽ അത് എവിടെ പോകും എന്നുള്ളത് കണ്ടുപിടിക്കുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് സർക്കുലർ ഓർബിറ്റലുകളിലാണ്, ഒരു ഡെഫിനിറ്റ് പാത്തിലാണ് ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? അങ്ങനെ പറയാൻ കഴിയില്ല. അതായത് ഈ ബോർ അറ്റോമിക് മോഡൽ ഈ രണ്ട് പ്രിൻസിപ്പിളിനെ കണക്കാക്കി പറയുകയാണെങ്കിൽ അത് തെറ്റായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് ബോർ അറ്റോമിക് മോഡൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഡെഫിനിറ്റ് ആയ അബ്സല്യൂട്ട് ആയ ഒരു പൊസിഷൻ ഇലക്ട്രോണിനെ കണ്ടുപിടിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്താണുള്ളത്? നമുക്ക് ആകെയുള്ളത് പ്രോബബിലിറ്റി മാത്രമാണ്. ഇലക്ട്രോണിനെ അവിടെ കാണാം, ഇലക്ട്രോണിനെ ഇവിടെ കാണാം, ഇങ്ങനെ അവിടെയും ഇവിടെയും മോസ്റ്റ് പ്രോബബിൾ ആയിട്ട് ഇലക്ട്രോൺ ഇവിടെയൊക്കെ കാണും എന്നുള്ളതല്ല, കാണപ്പെടാം എന്നുള്ള ആ ഒരു പ്രോബബിലിറ്റിയിലേക്ക്, അബ്സല്യൂട്ടിൽ നിന്നും പ്രോബബിലിറ്റിയിലേക്ക് നമ്മൾ സഞ്ചരിക്കുകയാണ്. ഇലക്ട്രോണിന്റെ പൊസിഷനെ പിന്നീട് ഈ രീതിയിലാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അതായത് പ്രോബബിലിറ്റി വെച്ചുകൊണ്ട്, പ്രോബബിലിറ്റി ഡെൻസിറ്റി വെച്ചുകൊണ്ട് ഇലക്ട്രോൺ ഈ ആറ്റം ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെയൊക്കെ കാണപ്പെടാനുള്ള സാധ്യതയാണ് ഉള്ളത്. അല്ലെങ്കിൽ ഈ പറയുന്ന XYZ കോർഡിനേറ്റിലാണ് മറ്റു സ്ഥലങ്ങളെ, മറ്റ് XYZ പൊസിഷൻസിനെ അപേക്ഷിച്ച് കാണപ്പെടാനുള്ള സാധ്യത കൂടുതൽ. സാധ്യത എന്ന ടേമിലേക്ക് മാത്രമായിട്ട് നമ്മൾ മാറി. എന്നാൽ ഈ സാധ്യത തുറന്നിട്ടുള്ള വലിയ രീതിയിലുള്ള കൂടുതൽ എക്സ്പ്ലനേഷനിലേക്കും കുറച്ചുകൂടി റിഫൈൻഡ് ആയിട്ടുള്ള അറ്റോമിക് മോഡലിലേക്കുമാണ്.